വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹിക്കപ്പെടുന്ന ഏവരുമേ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ പെട്ട അതിപുരാതനവും ചരിത്രപ്രസിദ്ധവും തീർത്ഥാടന ദേവാലയങ്ങളിൽ ഒന്നാണ് വെൺമണി സെൻറ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പുണ്യ ദേവാലയം 1000-ൽ അധികം വർഷം പഴക്കമുണ്ട്. ദൈനംദിനം നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം വാങ്ങിച്ച് കടന്നു പോകുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ അഭയയാചനകൾക്ക് ഒന്നും മറുപടി ലഭിക്കാതെ ഈ ദേവാലയത്തിൽ നിന്ന് ഒരാൾ പോലും കടന്നുപോയിട്ടില്ല. പൂർവ്വസൂരികളായ പിതാക്കന്മാർ കാട്ടിത്തന്നിട്ടുള്ള വിശ്വാസ സ്ഥിരതയിലൂടെ അനന്തര തലമുറ കൈമാറി വരുമ്പോൾ ഈ ചരിത്രപ്രസിദ്ധവും പുണ്യമായ ദേവാലയത്തിൻ്റെ 8 നോമ്പ് ആചരണവും വലിയ പെരുന്നാളും ദൈവഹിതമായാൽ 2025 സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ നടത്തുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ സഭയിലെ അഭിവന്ദിതരായ പിതാക്കന്മാർ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പെരുന്നാൾ ശുശ്രൂഷകളിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ കടന്നു വന്ന് നേർച്ച സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനകൾ ഈ ദേശവും ഈ പ്രദേശം മുഴുവൻ മുഴങ്ങുമ്പോൾ സ്വർഗം തുറന്ന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്ന പുണ്യ സുദിനത്തിലേക്ക്, ആ ദിനങ്ങളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. നിർത്തിയിടരുതേ പരിശുദ്ധേ, ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിടാൻ ഏകാത്മജനോട് പെരുന്നാളിൻ്റെ 1-ാം ദിവസം വിശുദ്ധ മൂന്നുമേൽ കുർബാനയോടുകൂടി ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കും. പരിശുദ്ധ സഭയുടെ അഭിവന്യരായ പിതാക്കന്മാർ ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ടും, ചെന്നൈ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പീലിക്സിനോസ് തിരുമനസ്സുകൊണ്ടും, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമനസ്സുകൊണ്ടും, കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമനസ്സുകൊണ്ടും, കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്യ ദിവന്യാസ്യോസ് തിരുമനസ്സുകൊണ്ടും ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. 1-ാം ദിവസം അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ മൂന്നുമേൽ കുർബാന മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും, തുടർന്ന് പെരുന്നാൾ സപ്ലിമെൻ്റ് പ്രകാശനവും, അതേ തുടർന്ന് പാച്ചോർ നേർച്ച വിഭവ സമാഹരണം നിർവഹിക്കപ്പെടുന്നതും, അതേ തുടർന്ന് വലിയ പള്ളി ദേവാലയത്തിൻ്റെ പ്രധാന കൊടിമരത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഈ വർഷത്തെ പെരുന്നാളിന് ആരംഭം കുറിക്കുന്ന, തുടർന്ന് കൊച്ചുപള്ളി ദേവാലയത്തിലും കളത്തിൽ താഴെ കുരിശടിയിലും ഇല്ലത്തുമേപ്പുറം കുരിശടിയിലും കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതുമാണ്. 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ സഭയിലെ ശ്രേഷ്ഠരായ വൈദികർ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. 1-ാം തീയതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഇടവാംഗമായിരിക്കുന്ന വന്യനായ കുട്ടിക്കാട്ടിൽ ശമുവേൽ കോർപ്പിസ്കോപ്പാച്ചൻ കൺവെൻഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ആണ്. 2-ാം ദിവസം വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വലിയ പള്ളിയിലും കൊച്ചുപള്ളി സെമിത്തേരിയിലും പ്രതിസ്മരണയും ധൂവപ്രാർത്ഥനയും നിർവഹിക്കുന്നതും, 3-ാം തീയതി വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം കുടുംബസംഗമം നടത്തപ്പെടുന്നതും വന്യനായ ജിസൻ പോൾ വേങ്ങശ്ശേരിയിൽ അച്ഛൻ കുടുംബസംഗമത്തിന് നേതൃത്വം നൽകുന്നതുമാണ്. 4-ാം ദിവസം വിശുദ്ധ മൂന്നുമേൽ കുർബാനയും 5-ാം ദിവസം വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം ഇടവകയിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിശുദ്ധ കുർബാന ഭവനത്തിൽ കൊണ്ട് നൽകുന്നതുമാണ്. 6-ാം തീയതി വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നിർവഹിക്കപ്പെടുന്നതാണ്. പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിൻ്റെയും ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നതാണ്. ഇടവാംഗം വന്യനായ അലക്സാണ്ടർ സോളമനച്ചൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നതും. 7-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക്
കൊല്ലം ഭദ്രാസനത്തിന്റെ അധിപൻ അഭിമന്യ ജോസഫ് മാർ ദിവന്നാസോസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 80 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളെ ആദരിക്കുകയും തുടർന്ന് 10+2 വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള വിവിധ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യുന്നതാണ്. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന 5 മണിക്ക് വലിയ പള്ളിയിലും തുടർന്ന് കൊച്ചുപള്ളിയിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ട് 7 മണിക്ക് ഭക്തി നിർഭരമായ റാസ കൊച്ചുപള്ളിയിൽ നിന്ന് ആരംഭിച്ച് വലിയ പള്ളിയിൽ എത്തിച്ചേരുന്നതും തുടർന്ന് ശ്ലൈഹിക വാഴ്വ് നിർവഹിക്കപ്പെടുന്നതുമാണ്. ശ്ലൈഹിക വാഴ്വിന് ഇടവ മെത്രാപ്പോലിത്ത അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ശ്ലൈഹിക വാഴ്വിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും 8-ാം ദിവസം പ്രധാന പെരുന്നാൾ ദിവസമായ 8-ാം തീയതി രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും കൊച്ചുപള്ളി ദേവാലയത്തിൽ നടത്തപ്പെടുന്നതും തുടർന്ന് 7 മണിക്ക് വലിയ പള്ളിയിൽ പ്രഭാത നമസ്കാരവും വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ഇടവ മെത്രാപ്പോലിത്ത അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമനസ്സുകൊണ്ട് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ച് അനുഗ്രഹിക്കുന്നതുമാണ്. കൈമുത്തിന് ശേഷം എല്ലാവർക്കും പാച്ചോർ നൽകുവാൻ തക്കമുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് 1:30 പകൽ റാസ കൊച്ചുപള്ളി ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇല്ലത്തുമേപ്പുറം വഴി കല്യാത്ര ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതും കല്യാത്ര ജംഗ്ഷനിൽ മത സൗഹാർദ്ദ പ്രസംഗത്തിന് ശേഷം ഭക്തി നിർഭരമായ റാസ വലിയ പള്ളി ദേവാലയത്തിൽ എത്തിച്ചേരുന്നതും ആശീർവാദത്തിന് ശേഷം കൊടിയിറക്കോടുകൂടി ഈ വർഷത്തെ പെരുന്നാൾ സമാപിക്കുന്നതുമാണ്. എല്ലാ ദിവസവും വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. കൂടാതെ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരത്ത് 5:30 സന്ധ്യാപ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും ദേവാലയത്തിൽ നടത്തപ്പെടുന്നതുമാണ്. പകൽ സമയങ്ങളിൽ ഭക്തർക്കായി ദേവാലയം തുറന്നിട്ടിരിക്കുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇടവക ഭരണസമിതിയോടൊപ്പം വിപുലമായ പെരുന്നാൾ കമ്മിറ്റി നേതൃത്വം നൽകി വരുന്നു. ഈ വർഷത്തെ 8 നോമ്പ് ആചരണത്തിലേക്കും ദേവാലയത്തിൻ്റെ വലിയ പെരുന്നാളിലെ ശുശ്രൂഷകളിലേക്കും വെൺമണി സെൻറ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയത്തിലേക്ക് എല്ലാ വിശ്വാസ സമൂഹത്തെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷകളുടെ തത്സമയം വീക്ഷിപ്പാൻ തക്കവണ്ണം ഗ്ലോബൽ ലൈവ് മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് പേജിൽ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഏവരെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ പുണ്യഭൂമിയിലേക്ക് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവകയ്ക്ക് വേണ്ടി വികാരി ജാൾസൺ പി ജോർജ്. കണ്ണീരോടർത്ഥന ചെയ്യും മക്കളെ നീ കൈവെടിയല്ലേ മാതാ